നമസ്കാരം. സ്വാതന്ത്ര്യാനന്തരം അരനൂറ്റാണ്ടോളം ഭാരതമെന്ന നമ്മുടെ രാഷ്ട്രത്തെ അഴിമതിയിൽ മുക്കി മുട്ടിപ്പിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. കോൺഗ്രസ് പാർട്ടി രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുടുംബാധിപത്യത്തിലും അഴിമതിയിലും ആറാടി ഈ രാജ്യത്തിൻ്റെ വളർച്ച മുരടിച്ചു നിന്ന കാലഘട്ടത്തിൽ ഒരു വ്യാഴവട്ടം മുമ്പാണ് ഒരു പ്രവാചകനെ പോലെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്. ഈ 12 വർഷം കൊണ്ട് രാജ്യത്തെ അദ്ദേഹം ബഹുദൂരം മുൻപിലെത്തിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാങ്കേതിക മികവിലും ശാസ്ത്ര മികവിലുമൊക്കെ ഇന്ത്യ ലോകത്തിന് തന്നെ മഹാത്ഭുതമായി. ഏത് വലിയ മഹാമാരിയെയും അതിജീവിക്കാൻ, ഏത് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തെയും മറികടക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിന് പ്രാപ്തിയുള്ള അവസ്ഥയിലേക്ക് രാജ്യം മാറി. നരേന്ദ്രമോദി സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം അഴിമതി ആരോപണം അവർക്ക് നേരെ ഉയർത്താൻ പ്രതിപക്ഷത്തിനു പോലും കഴിയുന്നില്ല എന്നതായിരുന്നു. അദാനിയുടെ വളർച്ച മോദിയുടെ സഹായത്തോടെയാണ്, കോർപ്പറേറ്റ് അഴിമതിയാണ് നടത്തുന്നത് തുടങ്ങിയ വളരെ വേഗമായ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മന്ത്രിയെ അഴിമതി ആരോപണത്തിന് മുൾമുനയിൽ നിർത്താൻ കഴിഞ്ഞ ഒരു ദശകം കോൺഗ്രസ് പാർട്ടിക്കോ മറ്റു പ്രതിപക്ഷ പാർട്ടിക്കോ സാധിച്ചില്ല. RSSന്റെ മേൽനോട്ടത്തിൽ നിസ്വാർത്ഥമായി രാജ്യത്തെ സേവിക്കുന്നതുകൊണ്ടാണ് അത്തരം പേരുദോഷം കിട്ടാതിരിക്കുന്നത് എന്നായിരുന്നു ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമൊക്കെ സന്യാസ ജീവിതം നയിക്കുന്നവരാണ്. രാഷ്ട്രസേവനമാണ് അവർക്ക് രാഷ്ട്രീയം എന്ന് നമ്മളൊക്കെ വിശ്വസിച്ചു. എന്നാൽ ഈ ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്ന അഴിമതി വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. RSSന്റെ കരുതലിൽ BJP രാജ്യം ഭരിക്കുമ്പോൾ ഇത്തരം വാർത്തകൾ പുറത്തു വരുമെന്ന് നമ്മളാരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിൻ്റെ കുടുംബക്കാർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഏതാണ്ട് 168 കോടി രൂപയുടെ ഭൂമി ഏറ്റെടുത്തതും ദിവസങ്ങൾക്കുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയായതും ഏതാണ്ട് 48 കോടി രൂപ വിലമതിക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ നടന്നതുമൊക്കെ സംശയത്തോടുകൂടി വാർത്തകളിൽ നിറയുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളൊക്കെ ഈ ഭൂമിയുടെ അടുത്തായിരുന്നു. ഇങ്ങനെ ഭൂമി ഏറ്റെടുത്തതിന് പിന്നിൽ അഴിമതിയുണ്ട് എന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. ഇതുവരെയായി ഈ ആരോപണത്തെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്താൻ മധ്യപ്രദേശ് സർക്കാർ മുതിർന്നിട്ടില്ല. അതിനിടയിലാണ് കേന്ദ്ര കൃഷി സഹമന്ത്രി ഭഗീരഥ് ചൗധരി ഉപാധ്യക്ഷനായിരിക്കുന്ന നാഷണൽ ഹോർട്ടികോർപ്പ് മിഷൻ നൽകിയ ഏതാണ്ട് 1 കോടി രൂപ, 99,68,000 രൂപ ഈ മന്ത്രിയുടെ തന്നെ ഫാം ഹൗസ് സബ്സിഡി ഇനത്തിൽ കൈപ്പറ്റിയെന്ന വാർത്ത പുറത്തു വരുന്നത്. അതായത് 4 ഏക്കറിലധികം വരുന്ന മന്ത്രിയുടെ ഫാം ഹൗസിൽ വെള്ളരിക്ക കൃഷി ചെയ്യുന്നതിന് വേണ്ടി 2 കോടിയോളം രൂപ മുടക്കം വരുന്നതിൽ 1,40,00,000 രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അതിൽ 1 കോടി രൂപ സബ്സിഡിയായി കൊടുക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന അഴിമതിയായി പുറത്തു വരുന്നു. എന്തെല്ലാം ന്യായങ്ങൾ ഇതിൻ്റെ മേലുണ്ടെങ്കിലും ഒരു മന്ത്രി തൻ്റെ വകുപ്പിന് കീഴിൽ നിന്നും 1 കോടിയോളം രൂപ വെള്ളരിക്ക കൃഷിക്ക് വേണ്ടി സബ്സിഡി ഇനത്തിൽ കൈപ്പറ്റിയെന്ന് പറയുന്നത് സാങ്കേതികമായി ന്യായീകരിക്കാൻ കഴിയുമെങ്കിലും അഴിമതിയും സ്വജനപക്ഷപാതവും തന്നെയാണ്. ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ നടപടിയെടുക്കാനോ അന്വേഷിക്കാനോ കഴിയുന്നില്ല എന്നത് BJP നേതൃത്വത്തെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു. അടുത്ത കാലത്ത് എന്നോട് പ്രമുഖനായ ഒരു വ്യക്തി നേരിട്ട് പറഞ്ഞത്, അവരുടെ ബിസിനസ്സിന് ഗുണകരമായ ഒരു ബില്ല് നിയമസഭയിലെത്തിയപ്പോൾ അത് പാസ്സാക്കിയെടുക്കാൻ ഭരിക്കുന്ന പാർട്ടിക്ക് കോടികൾ കൊടുത്തെന്നും അങ്ങനെ കടമ്പ കടന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ അത് ഒപ്പിടാൻ വേണ്ടി ഗവർണറുടെ അടുത്തെത്തിയപ്പോൾ ഗവർണർ കോടികൾ ചോദിച്ചൊന്നും ഒപ്പിടാൻ കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ ഗവർണർ ആ ബില്ല് രാഷ്ട്രപതിയുടെ ഒപ്പിന് അയച്ചു എന്നുമാണ്. കേരളത്തിലെ കാര്യമല്ല അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ത്യയിലെ പലയിടങ്ങളിലും ഇങ്ങനെ ഗവർണർമാർ കൈക്കൂലി ചോദിച്ചു വാങ്ങുന്നു. അവർ കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ ബില്ല് രാഷ്ട്രപതിക്ക് വിടും, രാഷ്ട്രപതിയോട് ഒപ്പിടണം എന്ന് പറയാൻ സുപ്രീം കോടതിക്ക് പോലും കഴിയില്ല. അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങുന്നുവെന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു റിവല്യൂഷനായിരുന്നു അത്. വെറും കടലാസ് പദവി എന്ന് നമ്മൾ കരുതുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ഗവർണർമാർ കൈക്കൂലിക്കാരാണെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് രാഷ്ട്രീയ പാർട്ടിയെയും നേതാക്കളെയും കുറ്റപ്പെടുത്താൻ കഴിയും? ഇത്തരം ഭയപ്പെടുത്തുന്ന വാർത്തകൾ BJPയെക്കുറിച്ച് ഉണ്ടാവുന്നു എന്നത് തന്നെ ഞെട്ടിക്കുന്നതാണ്. ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായാൽ അപ്പോൾ തന്നെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, നിജസ്ഥിതി ബോധ്യപ്പെടുക, വ്യാജമാണെങ്കിൽ അത് അങ്ങനെ തന്നെ വ്യക്തമാക്കുക എന്ന ഉത്തരവാദിത്തം പലപ്പോഴും ഇത്തരം അഴിമതി ആരോപണങ്ങൾക്ക് വിധേയമാകുന്നവർ കാണിക്കുന്നില്ല. ഈ അഴിമതി ആരോപണങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത് അയോധ്യ ക്ഷേത്രത്തിലെ മോഷണമാണ്. അയോധ്യ ക്ഷേത്രം രാമന്റെ ജന്മസ്ഥലം ആയി കണക്കാക്കപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിൽ ആ രാമക്ഷേത്രം തകർത്ത് അവിടെ
ബാബറി മസ്ജിദ് തകർക്കുകയാണ് മുഗളന്മാർ. 1992 ആ ബാബറി മസ്ജിദ് തർക്കഭൂമിയായി തുടരവേ ഹൈന്ദവ ആക്ടിവിസ്റ്റുകൾ തകർക്കുന്നു. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതിയുടെ അനുമതിയോടെ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണം ആരംഭിച്ച അയോധ്യ ക്ഷേത്രം 2024 പൂർത്തിയാകുന്നു. പ്രധാനമന്ത്രി മോദി തന്നെയായിരുന്നു അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ കർമ്മങ്ങളിൽ പോലും പങ്കെടുത്തത്. ലോകമെമ്പാടും നിന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഓരോ വർഷവും അയോധ്യയിലേക്ക് എത്തുന്നത്. ലോകത്തെ ഏറ്റവും അധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായി 2.5 വർഷം കൊണ്ട് അയോധ്യ മാറിയിരിക്കുന്നു. ഓരോ വർഷവും ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്നു. ഒരു ദിവസം തന്നെ കുറഞ്ഞത് 80,000 1 ലക്ഷം തീർത്ഥാടകരാണ് എത്തുന്നത്. അവിടെ കുമിഞ്ഞുകൂടുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ്. കാണിക്കയായും വഴിപാടായും ഒക്കെ കോടികളുടെ സ്വത്തുക്കൾ രാമജന്മഭൂമിയിലേക്ക് എത്തുന്നു. ഇത് നടത്തുന്നത് ഒരു രാമജന്മഭൂമി ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റ് അറിഞ്ഞോ അറിയാതെയോ ആ ക്ഷേത്രത്തിൽ നിന്നും ശതകോടികൾ മോഷണം പോയി എന്ന് വ്യക്തമായിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ കണക്കിന്റെ ഉത്തരവാദിത്വമുള്ള മഹിപാൽ സിംഗ് മോഷണത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ പുറത്താക്കപ്പെടുകയും അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്താണ് വിവാദമാകുന്നത്. പിന്നീട് ഉത്തർപ്രദേശ് സർക്കാർ അന്വേഷിക്കാൻ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും 8 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവർ പോലും ഈ മോഷണത്തിന്റെ ഭാഗമാണെന്ന് കണക്കാക്കപ്പെടുന്നു. വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ട്രസ്റ്റിന്റെ സെക്രട്ടറി ചമ്പത് റായിയും ട്രസ്റ്റി അനിൽ മിശ്രയും രാജിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വിലപ്പെട്ടതൊന്നും മോഷണം പോയിട്ടില്ല എന്ന് പറയുമ്പോഴും 2.5 വർഷം കൊണ്ട് ക്ഷേത്ര സ്വത്തുക്കൾ പലതും അടിച്ചു മാറ്റപ്പെട്ടു എന്ന് പറയുന്നത് വിശ്വാസികളെ പരിഹസിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനോ പിടിച്ചു ജയിലിലടയ്ക്കാനോ കഴിയാത്ത വിധത്തിൽ BJP നിശബ്ദരാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അപകടകരമായ പ്രവണതയാണ്. 3ാം തവണ അധികാരത്തിൽ വന്നതോടെ അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധം അവസാനിപ്പിച്ച് കോംപ്രമൈസിലേക്ക് മാറി BJP എന്ന് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം രൂപപ്പെടുന്നു. മോദിയോ അമിത്ഷായോ അടക്കമുള്ള ആർക്കെതിരെയും ഇതുവരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത്തരം അഴിമതിക്കാരെ നിലക്ക് നിർത്താനോ അവർ കൊള്ളയടിച്ചത് തിരിച്ച് രാഷ്ട്രത്തിന് കൊണ്ടുവരാനോ ഈ കൊള്ളക്കാരെ പിടിച്ച് ജയിലിലടയ്ക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഈ അഴിമതിക്ക് മോദിയുടെയും BJPയുടെയും RSSന്റെയും ഒക്കെ പിന്തുണയുണ്ട് എന്ന് വിശ്വാസികൾ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. അഴിമതിയുടെ ലാഞ്ചനയെങ്കിലും എവിടെങ്കിലും കണ്ടാൽ അപ്പോൾ തന്നെ മുളയിലെ നുള്ളേണ്ട ബാധ്യത BJPയും RSSും കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ നാണം കെടുത്തുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്.